കൊടുവള്ളിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ അന്നൂസ് റോഷനെ കണ്ടെത്തി. കൊടുവള്ളി കിഴക്കോത്ത് പരപ്പാറ സ്വദേശിയ അന്നൂസ് റോഷനെ കൊണ്ടോട്ടിയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇയാളെ കൊടുവള്ളി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. 5 ദിവസം മുൻപാണ് യുവാവിനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. കേസിൽ 3 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കൊണ്ടോട്ടി സ്വദേശികളായ മുഹമ്മദ് റിസ്വാൻ, അനസ് എന്നിവരാണ് പിടിയിലായത്. പോലീസ് പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കിയ സംഘം അന്നൂസ് റോഷനെ കൊണ്ടോട്ടിയിൽ ഇറക്കി വിടുകയായിരുന്നു എന്നാണ് വിവരം. തട്ടിക്കൊണ്ടുപോയ സംഘം കർണാടകയിലേക്ക് കടന്നു എന്ന സൂചനയെ തുടർന്ന് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം മൈസൂർ, ഷിമോഗ എന്നീ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു. കേസിൽ പ്രതികൾക്കായി പോലീസ് കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. കേസിലെ പ്രതികളെന്ന് സംശയിക്കുന്ന 3 പേരുടെ ഫോട്ടോയാണ് പോലീസ് പുറത്തുവിട്ടത്. സഹോദരൻ വിദേശത്ത് വെച്ച് നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ അന്നൂസ് റോഷനെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ. ഈ ചാനൽ കൊണ്ടോട്ടി. വീട് വെക്കാൻ പണമില്ലേ? സ്ഥലം വാങ്ങിക്കാനും വീടൊന്ന് ശരിയാക്കാനും പണം തികയുന്നില്ലേ? ഇനി ആ ചിന്തകളൊന്നും വേണ്ട. സാധാരണക്കാർക്ക് വരെ കിട്ടാവുന്ന KSFEയുടെ ഭവന വായ്പാ പദ്ധതി ഉണ്ട്. അതും മിതമായ പലിശ നിരക്കിൽ. ഈ വായ്പ എന്തിനൊക്കെ ലഭിക്കുമെന്നറിയാമോ? ഭൂമി വാങ്ങുന്നതിന്, വീട് വാങ്ങുന്നതിനും പുതുക്കി പണിയുന്നതിനും, പുതിയ വീട് പണിയുന്നതിന്, പണി തീരാത്ത വീടിന്റെ പണി പൂർത്തിയാക്കുവാൻ, അങ്ങനെ കെട്ടിടവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാകുന്നതാണ്. കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന KSFEയുടെ 680-ലധികം ശാഖകളിലൂടെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെയാണ് വായ്പ ലഭ്യമാക്കുന്നത്. തിരിച്ചടവിന് പരമാവധി 30 വർഷത്തെ കാലാവധിയും ലഭിക്കും. ഇനി ആർക്കൊക്കെ KSFEയുടെ ഭവന വായ്പ ലഭിക്കുമെന്നല്ലേ? ശമ്പള വരുമാനക്കാർക്ക്, കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും വരുമാനമുള്ളവർക്ക്, ഡോക്ടർ, എഞ്ചിനീയർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് തുടങ്ങി പ്രൊഫഷൻസ് ചെയ്യുന്നവർക്ക്, വാടക ഇനത്തിൽ വരുമാനമുള്ളവർക്ക്, വിദേശത്ത് ജോലിയുള്ളവർക്ക്, സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തുടങ്ങി ഏതൊരു വ്യക്തിക്കും വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് KSFE ശാഖയുമായോ ഈ കാണുന്ന നമ്പരുമായോ ബന്ധപ്പെടുക.